വിശ്വാസത്തിന്റെ പ്രാർത്ഥന, ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന കഴിഞ്ഞ് നമുക്കും ഒന്ന് നടക്കാം. ഒരു കല്ലേറ് ദൂരം നമ്മുടെ പ്രാണനാഥൻ വീണ് കിടക്കുന്നു. അവിടെ നടക്കുന്ന പ്രാർത്ഥനയാണ് അതിശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന. ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയുടെ അർത്ഥവ്യാപ്തി എന്താ? അവിടെ നടന്ന പ്രാർത്ഥന എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതിശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയ്ക്ക് 4 ഘട്ടമാണ്. 1-ാം ഘട്ടം അവിടെ വായിക്കുന്നു, ഉറച്ച നിലവിളിയുടെ ശബ്ദമാണ്. അവിടെ മറ്റ് വ്യക്തികൾ ശ്രദ്ധിക്കുമെന്നുള്ളതല്ല, നിലവിളിയുടെ ശബ്ദമുയർത്തുന്ന പ്രാർത്ഥനയാണ് അതിശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ് അതിശ്രദ്ധയോടെ പ്രാർത്ഥനയുടെ അടുത്ത ഘടകം. 3, അഭയ യാചനയാണ്. ദൈവത്തെ നമ്മിലേക്ക് തിരിക്കുന്ന സഹായത്തിനായുള്ള നിലവിളിയുടെ ശബ്ദമാണ് അഭയയാചന. അടുത്തതാണ് കർത്താവ് അപേക്ഷിക്കുകയാണ്. ഈ 4 കാര്യങ്ങൾ ഒരുമിക്കുമ്പോഴാണ് അതിശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയായി മാറുന്നത്.